ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ മാസ്റ്റോ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ടോ, അത് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ കയറ്റി നോക്കി ചെക്ക് ചെയ്താണ്. അപ്പോൾ സെൽഫിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് കാണിച്ചത് ഇതൊരു സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റാണ്, സെൽഫ് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ നമ്മളതൊന്നും മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഈ സ്വിച്ചൊന്ന് മാറ്റിയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നത് നമ്മൾ അതിൻ്റെ ബാറ്ററിയും കൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ചാവി ഓൺ ആക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ലൂസ് കോൺടാക്റ്റ് കാണിച്ചു. അപ്പോൾ ആ ചാവിയുടെ കീ സെറ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മൾ ആ ബാറ്ററി കൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്ന ആംബ്രോണിൻ്റെ 2022 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലൊക്കെ സെൽഫ് വർക്കിംഗ് ആണ്, എന്നാലും നമ്മൾ ബാറ്ററി കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.92 ആ ലെവലിലേക്ക് നമുക്ക് വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് വിടും. ബാറ്ററി ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററിക്ക് ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ, ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററിക്ക്, ബാറ്ററി ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കീ സെറ്റിൽ ഈ ഭാഗം ഒന്ന് അയച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം, എന്നാലേ റെസ്പോണ്ടാക്റ്റിന് കറക്റ്റ് ആവുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിലും ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ ഈ സ്റ്റിക്കിൽ നമുക്ക് തീരെ ലെവൽ കാണിക്കുന്നില്ല കേട്ടോ, ആ തുമ്പത്ത് മാത്രമേ കുറച്ച് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ എഞ്ചിൻ ഓയിൽ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളമായിരിക്കും എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട്. കിലോമീറ്റർ സെയിം കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.